2024 ജെഇ മെയിൻ അല്ലെങ്കിൽ ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികളിൽ ആർക്കെങ്കിലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ധാരണയില്ലെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ധാരണയില്ലെങ്കിൽ മാത്രം കാണേണ്ട വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് ഇതിൽ പറയാം. അപ്പൊ അതിൽ ആദ്യം തന്നെ ഞാനത് ഓർമ്മിപ്പിക്കുന്നു, ജോസ എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് ഇനി നിങ്ങൾ ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് IIT-യിലേക്ക് അപ്ലൈ ചെയ്യാം. ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യണം, IIT-യിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ ജെഇ മെയിനിൽ BTech അല്ലെങ്കിൽ BArt B പ്ലാനിംഗ് ഒക്കെ ക്വാളിഫൈ ചെയ്ത ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് NIT-യിലേക്ക് അപ്ലൈ ചെയ്യാം, IIIT-യിൽ അപ്ലൈ ചെയ്യാം, GFT ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ സാധാരണ എല്ലായിടത്തും പറഞ്ഞ റിസർവേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഓൾമോസ്റ്റ് 50% സീറ്റ് ജനറൽ കാറ്റഗറിക്കാണ്. അതുകൂടാതെ EWS-ന് റിസർവേഷൻ ഉണ്ട്, OBC NCL-ന് റിസർവേഷൻ ഉണ്ട്, SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ, അതുപോലെ NIT-കളിൽ ഹോം സ്റ്റേറ്റ് കോട്ട, ഇങ്ങനെ കുറെ റിസർവേഷൻസ് ഉണ്ട്. ഇനി അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ josa.nic.in. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന josa.nic.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ ഇതിന്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യേണ്ടത്. അതിന്റെ ഡേറ്റ് ഷെഡ്യൂൾ ഞാൻ പറയാം. ഇനി എത്രയായി ഇതിപ്പോ നോക്കി അറിയാം, 23ഓളം IIT-കളിൽ, പാലക്കാട് ഉൾപ്പെടെ 23ഓളം IIT-കളിൽ ജെഇ അഡ്വാൻസ്ഡ് വഴിയും, കോഴിക്കോട് ഉൾപ്പെടെ 32 NIT-കളിൽ ജെഇ മെയിൻ വഴിയും, കോട്ടയത്ത് ഉൾപ്പെടെ 26ഓളം IIIT-കളിൽ ജെഇ മെയിൻ വഴിയും, അതേപോലെ 40ഓളം ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജെഇ മെയിൻ വഴിയും. അതായത് ഈ പറഞ്ഞതെല്ലാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 സ്ഥലങ്ങളിലേക്കും ജെഇ മെയിനും IIT-കളിലേക്ക് ജെഇ അഡ്വാൻസ്ഡുമാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് ക്വാളിഫൈ ചെയ്തോ, ഇപ്പൊ ജെഇ അഡ്വാൻസ്ഡ് അപ്ലൈ ചെയ്ത കുട്ടിക്ക് ഇതിലെല്ലാം അപ്ലൈ ചെയ്യാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതാണ്. ഇനി അതിന്റെ ഷെഡ്യൂൾ നോക്കുക. ജൂൺ 10 രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ജൂൺ 10 നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതൊക്കെ കോഴ്സ് വേണം എന്നൊക്കെ കൊടുക്കാനുള്ള സമയമാണ് ഈ 10 തുടങ്ങുക. അത് ജൂൺ 18 വരെ ഉണ്ടാവും. 18 കൊണ്ട് നിങ്ങളുടെ ചോയ്സ് ചെയ്യാനുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അപ്പൊ 10 തുടങ്ങി 18 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അതിന്റെ രജിസ്ട്രേഷൻ ഫീ ഒക്കെ ഞാൻ പറയാം, രജിസ്റ്റർ ചെയ്യുക. അതേപോലെ കോളേജുകളും കോഴ്സുകളും ചൂസ് ചെയ്യുക. ഇനി ജൂൺ 20 റൗണ്ട് 1ന്റെ റിസൾട്ട് വരും. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത സ്ക്രീനിൽ പറയാം. അത് കഴിഞ്ഞ് ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ 27 രണ്ടാമത്തെ റൗണ്ടിന്റെ റിസൾട്ട് വരും. ജൂലൈ 4 മൂന്നാമത്തെ റൗണ്ടിന്റെ റിസൾട്ട് വരും. ജൂലൈ 10 നാലാമത്തെ റൗണ്ടിന്റെ റിസൾട്ട് വരും. ജൂലൈ 17 ഫൈനൽ റൗണ്ടിന്റെ IIT-കളിലെ ഫൈനൽ റൗണ്ടിന്റെ റിസൾട്ട് വരും. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾ സീറ്റ് കിട്ടിയവര് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കണം, നിങ്ങളുടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യണം, ഇങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഈ ഡേറ്റ് ഷെഡ്യൂളുകളുടെ ഒരു ഡീറ്റെയിൽ ഇത് എഴുതി പ്രസന്റ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അതിന്റെ PDF ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഏത് കോഴ്സിനാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഏതാണോ എഴുതിയത് ആ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതിന്റെ നമ്പർ ഞാൻ പറഞ്ഞു. കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്തു. എന്നാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മെൻഷൻ ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്, എന്റെ റാങ്ക് ഇതാണ്, അപ്പൊ എനിക്ക് എവിടെ കിട്ടും? അത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഒരു നിങ്ങൾക്ക് കോഴ്സ് അനുസരിച്ച്, ഇപ്പൊ നിങ്ങൾ ഈ സൈറ്റിൽ കയറിയാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നിങ്ങൾക്ക് NIT-യുടേത് മാത്രമായിട്ട് കിട്ടും, IIIT-യുടേത് മാത്രമായിട്ട് കിട്ടും. ഇനി അതിൽ തന്നെ ഒരു കോഴ്സിന്റെ മാത്രമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസോ കോഴ്സ് വൈസോ ഒക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ എടുക്കാം. അതും പ്രാക്ടിക്കലി പ്രസന്റ് ചെയ്യുക കുറേ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഓഡിയോ ഡീറ്റെയിൽ ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ തരാം, എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ. അത് ബോർഡിൽ പ്രസന്റ് ചെയ്യുക ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അതിന്റെ ബേസിക് ഡീറ്റെയിൽ പറഞ്ഞു. ഇനി അടുത്ത സ്ക്രീനിൽ ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചാൽ ഇതിന്റെ ബാക്കി പ്രൊസീജിയർ, ഒരു സീറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫോർ അലോട്ടഡ് കാൻഡിഡേറ്റ് ഒരു സീറ്റ് നിങ്ങൾക്ക് അലോട്ട് ആയാൽ അക്സെപ്റ്റ് ദ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. ഒരു റൗണ്ടിലെ സീറ്റ് അക്സെപ്റ്റ് ചെയ്താലേ അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്: ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ്. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് മതി. അപ്പൊ ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സീറ്റ് മതി, ഇനി നിങ്ങൾക്ക് മാറ്റം വേണ്ട.
എന്നാൽ ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ആ കിട്ടിയ സീറ്റ് എടുത്തു, വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് വേണം. അപ്പോൾ അടുത്ത ഓപ്ഷൻ കിട്ടിയാലേ ഈ സീറ്റ് പോകും. അപ്പൊ നിങ്ങൾ ഈ സീറ്റ് എടുത്തു, അതിന്റെ ഫീ അടച്ചു, അടുത്ത റൗണ്ടിൽ അടുത്ത സീറ്റ് കിട്ടിയാൽ അതിലേക്ക് മാറാം. എന്നാൽ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് മാറാം, ഇൻസ്റ്റിറ്റ്യൂട്ട് മാറാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NIT കോഴിക്കോട് കിട്ടി. അപ്പൊ NIT കോഴിക്കോട് ഇപ്പൊ ഫ്ലോട്ട് ആണ്, നിങ്ങൾ ഇപ്പൊ ഫ്രീസ് ചെയ്താൽ നിങ്ങൾക്ക് NIT കോഴിക്കോട് ആ കിട്ടിയ കോഴ്സ് ഏതാണോ അത് ഫിക്സ്. ഫ്ലോട്ട് ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് NITയിൽ നിന്ന് IITയിലേക്കോ അല്ലെങ്കിൽ NITയിൽ നിന്ന് IIITയിലേക്കോ മാറണമെങ്കിൽ മാറാം. എന്നാൽ സ്ലൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് NITയിൽ ഒരു കോഴ്സ് കിട്ടി, അപ്പൊ അതേ NITയിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറാം. ഈ 3 ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. റൈറ്റ്. ഇനി അപ്പൊ അക്സെപ്റ്റ് ചെയ്തു, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെ ഡോക്യുമെന്റ് ആണെന്ന് ചോദിച്ചാൽ, ഒന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ 10th സർട്ടിഫിക്കറ്റിന്റെ ഇമേജോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ +2ന്റെ മാർക്ക് ഷീറ്റ് വേണം, JEE മെയിന്റെ അഡ്മിറ്റ് കാർഡ് വേണം, റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് NCL ആണെങ്കിൽ NCL, EWS ആണെങ്കിൽ EWS, SC ആണെങ്കിൽ അതിന്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ എവിടെ നിന്നായിരിക്കണം? താലൂക്കിൽ നിന്നായിരിക്കണം. ഈ NCLന്റെയും EWSന്റെയും ഒക്കെ കാലാവധി 2024 ഏപ്രിൽ 1 ശേഷം എടുത്തതായിരിക്കണം, താലൂക്കിൽ നിന്നായിരിക്കണം. അപ്പൊ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ്, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കണം. 3ാമത്തെ സ്റ്റെപ്പാണ്. ഫീ അടയ്ക്കുമ്പോൾ എത്രയാണ്? SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ 17,500 രൂപ അടയ്ക്കണം. എന്നാൽ ബാക്കി എല്ലാ കാറ്റഗറിയും 35,000 രൂപ അടയ്ക്കണം. ഈ 35,000 അല്ലെങ്കിൽ ഈ ഫീസിൽ 5,000 രൂപ ജോസായുടെ പ്രോസസ്സിംഗ് ഫീ ആണ്, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. എന്നാൽ നേരെ തിരിച്ച് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങളുടെ കോഴ്സ് ഫീയിലേക്ക് കൺവേർട്ട് ആയിക്കോളും. അപ്പൊ 35,000 രൂപയിൽ 5,000 രൂപ എടുത്ത് ബാക്കി 30,000 രൂപ നിങ്ങളുടെ കോഴ്സ് ഫീയിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ എടുത്തു. ഇനി റെസ്പോണ്ട് ടു ദ ക്വയറീസ്, ഇനി വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഡോക്യുമെന്റിന് അപാകതയുണ്ടോ, ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് വരും. ആ റെസ്പോൺസ് വന്നാൽ നിങ്ങൾ അത് ഏതാണോ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു ഡോക്യുമെന്റ് കൂടെ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് റീപ്ലേസ് ചെയ്യാനുള്ള സമയം കൂടിയുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് കൺഫേം ആവൂ. ക്ലിയർല്ലേ? അപ്പൊ ഇത്രയും പ്രോസസ്സ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ ജോസായുടെ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകദേശ ഐഡിയ, അതായത് ഒരു ധാരണയും ഇതിനെക്കുറിച്ച് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണിത്. ബാക്കി ഡീറ്റെയിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാം. ഇപ്പൊ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലിന്റെ പ്രൊസീജിയർ എന്താണെന്നും അല്ലെങ്കിൽ അത് എങ്ങനെ എടുക്കുമെന്നും, അതേപോലെ തന്നെ ഈ പറഞ്ഞ കോഴ്സുകളുടെ അല്ലെങ്കിൽ കോളേജുകളുടെ ലിസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ തരാം. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.